മടക്കിയിട്ട് ഒരു 20 ഹോൾ ഇട്ട് കൊടുത്താൽ അപ്പൊ അത് തുറക്കുമ്പോ ഫുള്ള് ഹോളായിക്കോളും. പിന്നെ പഞ്ചിങ് മെഷീൻ വെച്ചൊന്നും ചെയ്തേക്കരുത്, കാരണം ഇതാണ് പെല്ലറ്റ്. ഇതാണെന്ന് ചെയ്യണം വെച്ചിട്ട് ഇത് 1 കിലോ എടുത്തിട്ട് ഇതിലേക്ക് 1.5 ലിറ്റർ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വേണമെങ്കിൽ ഈ കവറിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മള് വിത്ത് പൊട്ടിച്ചിട്ട് പിന്നെ മുകളിലിട്ടിട്ട് ഇങ്ങനെ തട്ടി തട്ടി അതിന്റെ താഴത്താക്കി വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് വിത്ത് ഇടുന്ന സമയത്ത് ഹോളിട്ട് കൊടുത്താൽ മതി. പിന്നെ ഞങ്ങളുടെ അടുത്തുണ്ട്. ഇത് കിലോ 30 രൂപ. ഒരു ബെഡിന് 1 കിലോയാണ് വേണ്ടത്. ഒരു പാക്കറ്റിൽ 1.5 ലിറ്റർ വെള്ളം, 1 കിലോയ്ക്ക് 1.5 ലിറ്റർ വെള്ളം. ആ ബുക്കിലെല്ലാം എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഈ കവറിലേക്ക് 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന പാക്കറ്റ് ഇല്ല കൊടുത്തിരിക്കുന്നത്, അത് വേറെ. 12 പിന്നെ ചെയ്യുന്നതെല്ലാം നശീകരണം വരുത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് ഡെറ്റോളാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം വിത്തിടാനായിട്ട്. കത്രിയിലെല്ലാം കുറയ്ക്കാം, വിത്ത് പൊട്ടിക്കാം. എന്തോ ഇതാണ് വിത്ത് കണ്ട. അപ്പൊ ഇതിനിങ്ങനെ രണ്ടായിട്ട് ഉടച്ച് നോക്കാം. ഇങ്ങനെ നോക്കാം. ചിലപ്പോ പുറത്ത് വെള്ളയായിരിക്കും, പക്ഷെ ഉള്ളിലും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഉതിർത്തി ഇട്ടാൽ മതി. ഇത് ചോളത്തിന്റെ വിത്താണ്. പിന്നെ ഒരു പാക്കറ്റിലൂടെ എത്ര ബെഡ് കെട്ടുമെന്ന് പറഞ്ഞാൽ വിത്തിനെ രണ്ടായിട്ട് പാകം, 2 ബെഡ് കെട്ടാനായിട്ട് ഇതുപോലെ ഇങ്ങനെ 2 ആയിട്ട് പാകം. പിന്നെ ഇത് കുമ്മായപ്പൊടിയാണ്. നമുക്ക് ഇതിനുള്ള pH കറക്റ്റ് ആക്കാനും പിന്നെ ഇത്തിരി ജലാംശം കൂടുതലുണ്ടെങ്കിൽ അത് കറക്റ്റ് ആവാനും വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് റബ്ബർ ബാൻഡ്. ഒരു ഓരോ ലെയറിൽ ഓരോ പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. പെല്ലറ്റിലിട്ട് പക്കോലിലും കറുത്തപ്പൊടിയിലും പിന്നെ നമ്മൾ ഈ കുക്കിയ കവറിൽ സീൽ ചെയ്ത ഭാഗമുണ്ടല്ല, ആ സീൽ ചെയ്ത ഭാഗത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തേക്കാം. അത് അതിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയില്ല, റബ്ബറിന്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി. ഇട്ട് കൊടുത്തേക്കാം. നമ്മൾ ഭാഗം വെച്ച് 2 ഭാഗം വെച്ചില്ല, അതിൽ ഒരു പിടി എടുത്തിട്ട് അടിയിലിട്ട് കൊടുത്തേക്കാം, ഏറ്റടി. അതുപോലെ ഒരു പിഞ്ചും കുമ്മായിപ്പൊടി ഇങ്ങനെ തുള്ളി കൊടുത്തേക്കാം. ഇതാണ് വക്യോല്. ഇങ്ങനെയാണ് വക്യോല് നോക്കേണ്ടത്. ഇങ്ങനെ പിഴിഞ്ഞ് നോക്കാം. സ്റ്റീം ഡെമോൺസ്ട്രേഷൻ ഡെമോൺസ്ട്രേഷനിൽ നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലാണെന്നെങ്കിൽ ഇതാണ് വാഷിംഗ് മെഷീനിൽ പോലെ ഇരിക്കുന്ന ഒരു ഭാഗം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ചുരുട്ടി ചുമ്മാട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഒരു 4 ഇഞ്ച് കനത്തിൽ ചെയ്ത് കൊടുക്കും ഓരോ ലെയർ. കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ വാരിയിട്ടാ മതി. കാണിക്കാൻ
ചുക്ക ഇതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. നമ്മള് പുട്ട് ഉണ്ടാക്കും പോലെ തന്നെ തേങ്ങ പേര് എന്നിട്ട് നമ്മള് ഇതിങ്ങനെ പൊടി കൊടുക്കാം. നടുക്ക് വീണാലും കുഴപ്പമൊന്നുമില്ല. സൈഡിലാണെങ്കിൽ എന്തെങ്കിലും കേടൊക്കെ വരികയാണ് നമുക്ക് വേഗം കാണാനായിട്ട് സാധിക്കും. എന്തായാലും മൊത്തത്തിൽ തണ്ടുക്കൾ ഓടിയിട്ടാണ് കൂടുതൽ വരുന്നത്. ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് ചെയ്യാൻ സമയം പോകുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്ത് കാണുന്നില്ല. എത്ര ലെയർ ഇടാം? നാല് ഇഞ്ച് തിക്നെസ്സിൽ അത് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഒരു യൂണിഫോമിൽ വരുമ്പോൾ അതിന്റെ വളർച്ചയ്ക്കും അത് നല്ലതായിരിക്കും. അത് 1-2 കെട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അത് പഠിച്ചോളും. മെയിനായിട്ട് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് നോക്കാം. ൂണിന് പ്രത്യേകിച്ചുണ്ട്. ഇതിന് 5 ലെയറാണ് നമ്മൾ കണ്ടിട്ട്. ഇങ്ങനെ 5 ലെയർ. അത് ഏകദേശം നമുക്കൊരു തൂക്കം 1 കിലോ 2 കിലോ. ഒരു ബെഡ് കെട്ടാൻ 1 കിലോ ഉണക്ക വട്ടിയോലാണ് എടുക്കേണ്ടത്. അത് ഏകദേശം ഒരു കണക്കാണ് എടുത്താൽ മതി. 900-ന് കുറഞ്ഞു പോകാൻ എടുക്കാം. കിട്ടും കിട്ടും കിട്ടും. അല്ല 150 കേജാണ്. 150 ഗേജ്. ഗേജ്. അവസാനത്തെ ലെയർ വരുമ്പോൾ മൊത്തത്തിൽ ഏകദേശത്തൊരു പറയാനുണ്ട്. ഡോക്ടർ സ്റ്റോർ പിന്നെ ഡോക്ടർ സ്റ്റോറില്ല, നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിംഗ് ഉണ്ടല്ലോ കവല ജംഗ്ഷനിൽ, അതിൻ്റെ 2ാം നിലയിൽ ഒരു പ്ലാസ്റ്റിക് മാത്രം വിൽക്കുന്നു കാണുമായിരിക്കും. അവിടെ കാണണം. നല്ല ടൈറ്റ് ആയിട്ട് ഇത് കൊണ്ടോട്ട് ഇതുപോലെ മോളിട്ട് കൊടുത്ത് നമ്മൾ കീറി കൊടുക്കും. അത് സാധാരണ കോഴിക്കോട് വന്നു. രണ്ട് ബെഡിനുള്ളതാണ്. ഇനി ചെറിയ പിന്ന് വെച്ച് നിങ്ങൾ മോളിടാന്ന് വിചാരിക്കാം. അപ്പൊ വൈറ്റ് ആയതിനു ശേഷം ഒരു 5-6 സ്ഥലത്ത് ഇഞ്ച് പോലെ ഗൈഡ് വെച്ചിട്ട് പതുക്കെ ഒന്ന് കീറി കൊടുക്കാം. അപ്പൊ ആ കോഴിക്കോട് വന്നു. ഇതാകുമ്പോ ഒറ്റ പരിപാടിക്ക് നിന്നത് ഇതുപോലെ എന്താ ചോദിച്ചാൽ അതെ, അതിന്റെ പ്ലാസ്റ്റിക് എടുത്തു പോകും. കുറച്ചുകൂടി വലിപ്പത്തിൽ വരില്ല. അപ്പൊ പ്രാണി ഇത് കയറാനായിട്ട് ഇതാകുമ്പോ ഇതിന്റെ പുറത്ത് തന്നെ കവറായിട്ട് തരുന്നു. ആ പുറത്തേക്കൂടെ തന്നെ വരിക. ഓരോ പഞ്ചായിട്ട് വരും, കൊലകളായിട്ട് വരും. അപ്പൊ ആദ്യത്തേന് ചിലപ്പോ 2-3 മുട്ട് ഇങ്ങനെ വരും, കൊലകൾ വരും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വിളവിലായിരിക്കും അടുത്തത്
പ്രാവശ്യം നമുക്ക് കിട്ടുന്നത്. പറിച്ചെടുക്കണോ കട്ടിയെടുക്കോ? എന്തോ ഇതൊക്കെ ഓടിച്ചാൽ മതി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടിസ്റ്റ് ചെയ്താൽ മതി. അത് ഒടിഞ്ഞു പോകും. എത്ര ദിവസം കൊണ്ടല്ലേ പറിച്ചെടുക്കണ്ടേ? ബാക്കിയോലൊക്കെ ആണെങ്കിൽ 15 ദിവസം. ഇതുപോലത്തെ കാലാവസ്ഥയാണ്, തണുപ്പാണ്. എന്തായാലും 20-22 നമ്മൾ സൂക്ഷിക്കുന്നത് എന്നാ ടെമ്പറേച്ചറിലാണ്? 25 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് ഐഡിയല്. അവര് 28 വരെയൊക്കെ വരാം. റൂമിനകത്തൊക്കെ നമ്മൾ വെക്കാം. പിന്നെ നമ്മൾ കിടക്കുന്നവർക്കൊന്നും വയ്ക്കാതിരിക്കാൻ നല്ലത്. കാരണം ഇത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകണം. പിന്നെ റൂം ഇച്ചിരി ഡാർക്ക് ആയിരിക്കണം അല്ലേ? ലൈറ്റ് ഇടാൻ ചെറുതായിട്ടൊരു dark ആയിരിക്കും. ആ. പിന്നെ ഇതുപോലെ തന്നെ നമ്മള് 2 നേരം നനച്ചു കൊടുക്കുക. 10-നും 15-നും ഇടയ്ക്ക് അടുത്തത് വരും. അങ്ങനെ ഇല്ല അതിൽ കൂടെ പിന്നെ ബാക്കി ഹോളുകൾ കിടക്കണ്ടല്ലോ, അതിൽ കൂടെ വന്നോളൂ. 4 പ്രാവശ്യം എടുക്കാൻ പറ്റും. കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ പറ്റും. ആ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്യും. ഇതിന്റെ അകത്ത് വെള്ളം വേണ്ട, പുറത്താണ് വേണ്ടത്. അത് എത്ര ദിവസം കൂടി അങ്ങനെ സ്പ്രേ ചെയ്യുന്ന? വൈറ്റ് ആയതിനു ശേഷം 2 നേരം ചെയ്തു കൊടുക്കുക. ഇനി ഭയങ്കര മഴയാണെങ്കിൽ നമ്മൾ നനയ്ക്കണം കേട്ടോ. രാവിലെ വൈകിട്ട് 2 നേരം ഇത് ചെയ്തതിന് ശേഷം, വൈറ്റ് ആയതിനു ശേഷം മതി. കുറച്ച് ഒരു 15 പാക്കറ്റ് അച്ചാറും 15 പാക്കറ്റ് ചമ്മന്തിപ്പൊടിയും കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് 60 രൂപയാണ്. പിന്നെ കുറച്ചുപേരെ പൊൻപുഴപ്പക്കത്തുള്ള വീഡിയോ കുഴുവേലിക്കണമാണ്. എടത്തുവായിൽ നിന്ന് വന്ന് താമസിക്കുന്ന ജോർജ് കുട്ടി എന്നാണ് പേര്. പുള്ളി സൺഡേ സ്കൂളിൽ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ മൊത്തത്തിലാണ് താമസിക്കുന്നത്. നേരെ എന്റെ മൊത്തത്തിലാണ് അവിടുത്തെ ഇതാദ്യം നിറയ്ക്കുന്നവരും മറ്റേ ഇത് അറക്കപ്പൊടി നിറയ്ക്കാനായിട്ടുള്ള തിരിച്ചിടണ്ട, പുറത്തേക്ക് ഇട്ടാൽ കാരണം തിരിച്ചിട്ട് കഴിയുമ്പോ ഇത് നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടക്കുമ്പോ ഇതാവുമ്പോ കുഴപ്പമില്ല. ഇതിപ്പോ കാണില്ലല്ലോ നമ്മളിപ്പോ ഇതിന്റെ അടിയിൽ. ആ ചിലവരങ്ങനെ ഇടും, അത് ഇടുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ പിന്നെ എത്രയും നേരത്തേക്ക് അത്രയും നല്ലത്. ഫ്രിഡ്ജ് വെക്കണമെന്നില്ല, റൂമിന്റെ ഇനി അറക്കപ്പൊടിയും ഇതുപോലെ തന്നെ. അറക്കപ്പൊടിയുടെ ലെയറിന്റെ തിക്നെസ് ഒരു 2.5-3 ഇഞ്ച് മതി. ഇത് ഈ 12-16 സൈസ് കവറിലാണെങ്കിൽ 1.5 കിലോ അറക്കപ്പൊടിയാണ് എടുക്കുന്നത്. നമ്മൾ അറക്കുന്നുണ്ടല്ലോ ഉള്ള വലിയ കവർ, വലിയ മരക്കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു ഒരു മരത്തിന്റെ മാത്രമേ റബ്ബറിന്റെ മാത്രം. ഇതാണ് കുട്ടുപടിയുടെ ഭാഗം എന്ന് പറയുന്നത്. ചെറിയ സൈസ് കൂടാ അല്ലേ? വേണമെങ്കിൽ അല്പം കൂടി വലിയ സൈസ് എടുക്കാം. 13-18 എടുക്കാം, അല്ലെങ്കിൽ 12-16. ഇപ്പൊ ഈ പെല്ലറ്റ് ഉണ്ടല്ലോ, ഇതുപോലെ വേണമെങ്കിൽ ചെയ്യാൻ നിങ്ങൾക്ക്. കിലോയ്ക്ക് ഒരു പാക്കറ്റ് കൊണ്ട് നമ്മൾ 2 ബെഡാണ് ഇതാണ് പെല്ലറ്റ്. അത് ഈ അക്കപ്പൊടി തന്നെ കംപ്രസ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ ഈ പെല്ലറ്റ് നമ്മൾ വേണമെങ്കിൽ 2 കിലോ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് 3 ലിറ്റർ വെള്ളം ഒഴിച്ച് തിളച്ച്, നല്ല 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ തിളച്ച വെള്ളം ഒഴിച്ചു വെക്കാം. എന്നിട്ട് ഇതുപോലെ കെട്ടിയാൽ മതി. ഇത് കെട്ടുന്നില്ലേ? ആ പൊടിയും ഇതുപോലെ പൊടിയും. അതാ ഞാൻ പറഞ്ഞത്. ഇത് 2 കിലോ ഒന്നിച്ച് ഒരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് 3 ലിറ്റർ വെള്ളം ഒഴിച്ചു വെച്ചേക്കാം. തിളച്ച വെള്ളം 100 ഡിഗ്രി സെന്റിഗ്രേഡ് നന്നായിട്ട് തിളക്കുക. എന്നിട്ട് അത് മൂടി വെച്ചേക്കാം. തണുത്ത് കഴിയുമ്പോഴേക്കും പൊടി ഈ അറക്കപ്പൊടി പോലെ തന്നെയാവും. കുറച്ച് കറുത്ത കളറായിരിക്കും. എന്നിട്ട് ഇപ്പൊ ഈ അറക്കപ്പൊടി ഞാൻ ചെയ്യുന്നില്ലേ, അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം.
ഇനി ഇങ്ങനെ ചെയ്യുമ്പോ നിങ്ങൾ ഒരു അളവ് പാത്രം വെച്ചാൽ നല്ലതായിരിക്കും. പല പ്രാവശ്യം വരില്ല. എന്നിട്ട് ഈ അർക്കപ്പൊടിക്ക് വലിയ പ്രസ്സിങ് വേണ്ട, ജസ്റ്റ് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 2.5-3 ഇഞ്ച് തിക്നെസ് കിട്ടണം ഓരോ ലെയറിൽ. അങ്ങനെ വരും. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇച്ചിരി തിക്നെസ് കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം. റബ്ബറിന് തന്നെ എവിടെ കിട്ടണം? റബ്ബർ പൊടി തന്നെ നടക്കുന്നത് മില്ലിലൊക്കെ നല്ല മിക്സാണ്. അത് തന്നെ ഞങ്ങൾക്കത് കുറച്ച് ദൂരം പോയാലും നമുക്ക് അങ്ങനെ കിട്ടാനുണ്ടെങ്കിൽ മേടിക്കുന്നത് നല്ല. ഞങ്ങളൊക്കെ 10-60 കിലോമീറ്റർ, പിന്നെ കുറച്ചായിട്ട് നമുക്ക് ചെയ്യാൻ പാടാം. കൂടുതൽ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല. അല്ല ഞങ്ങളത് ഓരോ 2 ആഴ്ച എല്ലാം പാടുതടി എല്ലാം എല്ലാം കൂടെ അതിൽ ആ പൈസക്ക് പെരുമ്പാവൂർ വണ്ടിക്ക് ഇവിടെ കൊണ്ടാക്കാനുള്ള ഒരു ഓൺ മേടിക്കാം. ആ വഴിക്ക് വരെ പോവുകയാണെന്ന് എറണാകുളത്തൊക്കെ എപ്പോഴും പോകുന്നല്ലേ. ഈ ഓൺലൈനിൽ നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുമോ? ആ ആ കച്ചിയും അടക്കപ്പണി എല്ലാം 5 തിക്നെസ് മാത്രം കുറവുണ്ടെന്നുള്ളൂ. മറ്റൊരു 4 ആണെങ്കിൽ ഇതൊരു 2.5 ഒരു തവണ ഉണ്ടാകത്തുള്ളൂ. അല്ല 3 മാസം വരെ അടക്കപ്പൊടി പോലെ തന്നെ ചെയ്യുന്നത്. നേരത്തെ മുകളിൽ മൊത്തത്തിലിടുക. ഈ വിളവെടുപ്പിന്റെ ടൈം ഒന്നുകൂടെ പറയണം. ഉണ്ടാക്കി 15 ലക്ഷം ഉണ്ടാവും, 20,000 രൂപ. 15 ലക്ഷം ഉണ്ടാവും, 20,000 എത്ര പ്രാവശ്യം എടുക്കാന്നാണ്? അത് എത്ര കാലാവധി? അതെ. 5 ലെയർ 5 ലെയർ. എത്ര ദിവസം ഇത് കൂടുമ്പോൾ? 5 ലെയർ. അടിയിൽ കൂടി കൊണ്ടുമ്പോൾ വിത്താറ്. മീഡിയം 5 വിത്താറ്. ഇത് 150 ഗ്രാമാണ് ഒരു പെട്ടിന് എല്ലാത്തിനും. ഇത് തെറ്റോളൂ നമ്മൾ നശീകരണം വരുത്താനായിട്ട്. പിന്നെ നമുക്കിപ്പോൾ 15 ഇത് നല്ല വൈറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നനച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 15 ദിവസമൊക്കെ കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ മുട്ടിടാൻ തുടങ്ങും മക്കിയോലിൽ. എന്നിട്ട് ഒരു 18 ദിവസം ആകുമ്പോൾ നമ്മൾ 3 ദിവസം മതി. പിന്നെ എടുത്തതിന് ശേഷം പിന്നെ എത്ര? പിന്നെ 10-15 ഇടയ്ക്ക് വരുള്ളൂ. അങ്ങനെ എത്ര ദിവസം കഴിയും? അങ്ങനെ ഒരു 10 ദിവസമെങ്കിലും കഴിയണം. മൊത്തം ഒരു 40-45 ദിവസം 50 ദിവസം എടുക്കായിരിക്കും. മൊത്തം ഇടവെടുത്ത് തീരാനാ വക്കോലാണെങ്കിൽ 70 ദിവസം കൊണ്ട് കഴിയും. 70 ദിവസം. ഇത് ഇത്രയാവും, പകുതിയാവും. ഇതാണെങ്കിൽ തെർമോക്കോൾ പോലെ വെയിറ്റ് ഇല്ലാണ്ട് വരും. ഇതൊരു 3 മാസം വരെ കിട്ടും. പിന്നെ ഇത് വരാൻ താമസം. അറക്കപ്പൊടി ആകുമ്പോൾ ചൂടായി കഴിഞ്ഞാൽ 10-40 ദിവസം വരും. ഇപ്പോഴത്തെ കാലാവസ്ഥയിലാണെങ്കിൽ 20-25 ദിവസമൊക്കെ ആവുന്നതാണ്. ഇതും ഇതുപോലെ തന്നെ ഒരേ പ്രാവശ്യം വന്നു
ഇതിപ്പോ 2 മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. അല്ല ഈ പൊയ്ക്കാല് തിളപ്പിച്ചെടുത്തു ആദ്യമേ 8 മണിക്കൂർ വെള്ളത്തിൽ 8 മണിക്കൂർ. അതിന് ശേഷം നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ട് വെള്ളം പോയി കഴിഞ്ഞിട്ട് അധികം ഫ്രഷ് ആണെങ്കിൽ നമ്മള് കെമിക്കലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, തിളപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഉണക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ വെള്ളത്തിലിടണം കുറച്ച് സമയം. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇന്ന് തന്നെ കിട്ടുന്ന പൊടിയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല 10 കിലോയ്ക്ക് 4 ലിറ്റർ രീതിയിൽ പൊടിയുടെ പാകത്തിന് ആവി കയറ്റാൻ മതി. ഇനി പഴകിയെന്ന് വെക്കുകയാണെങ്കിൽ ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം അങ്ങോട്ട് കളഞ്ഞേക്കാം. എന്തായാലും പൂപ്പിന് പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആവി കയറ്റണമെന്നില്ല, വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാലും മതി. അല്ലെങ്കിൽ ആവി കയറ്റി. പക്ഷെ ഈർപ്പം കറക്റ്റ് ആവണം, പൊടിയുടെ പാടാവണം, നല്ലോണം കേടയും ചെയ്യണം, ആവി കേടയും ചെയ്യണം, അല്ലെങ്കിൽ പച്ചപ്പ് സുലഭമായിട്ടുള്ള വലിയ സൗകര്യമാണ്. പക്ഷെ ചൂടാവുമ്പോ നല്ലത് വറ്റോല് തന്നെയാണ് ഉണ്ടാവാനായിട്ട്. അധികം ചൂടുണ്ടാവാൻ പാടാൻ. ചൂടായി കഴിഞ്ഞാൽ അറക്കപ്പൊടിയിൽ താമസം. ഇതെന്തായാലും 20-25 ഇടയിൽ കൂട് വന്നു ശരിക്കും നല്ല അല്ല നമ്മുടെ ചെടിച്ചട്ടി തൂക്കിടുന്നതിനകത്ത് ഇറക്കിയിട്ടാണ് മതി. അതിപ്പോ കുറച്ചാവുമ്പോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, കൂടുതലാവുമ്പോ ഇങ്ങനെ ഉള്ളി ഉണ്ടാക്കി ചെയ്യും. ഇത് 6 എണ്ണം. അപ്പൊ ആദ്യമേ റൗണ്ട് ഉണ്ടാക്കാം. പിന്നെ ഈ നൂലും നൈലോണായിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ കെട്ടാൻ ഞങ്ങൾ കെട്ടുന്നില്ല, അല്ലെങ്കിൽ നൈലോൺ നൂല് വെച്ച് കെട്ടുന്നത്, അല്ലെങ്കിൽ വേണ്ട വേണ്ട. ഇനി ഇത് കെട്ടിയിട്ടേ ഇതിന്റെ ഉള്ളിൽ കൂടെ എടുക്കണം ഓരോ ഇതും. പുറത്ത് വെച്ച് ഇങ്ങനെ കെട്ടരുത്, ഇത് തെറ്റിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അതാണ് അപ്പൊ അത് പ്രത്യേക ശ്രദ്ധിക്കാം. 4 ഒന്നിനൊക്കെയാണ് നമ്മൾ ചെടിച്ചട്ടി തൂക്കിയത്. മതി, അത് മതി. വിലനെ 10 രൂപ 15 രൂപ കൊടുത്താൽ മതി. ചെടിച്ചട്ടി അല്ല, അത് കുറച്ച് ചെയ്യാൻ പറ്റും. കുറച്ചിനത് മതിയല്ലോ. ഇതിലാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ കെട്ടിയിട്ടാൽ മോളിൽ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത്. ആദ്യം റൗണ്ട് മോളിൽ ചെല്ലണം, കെട്ടണം, എന്നിട്ട് താഴത്തേക്ക് കെട്ടി കഴിയണം. ചിലവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവും എങ്ങനെയാണ് ഇരിക്കും. രീതിയിൽ എടുക്കുമ്പോൾ അടിയിൽ നിന്ന് പോകും. ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ ഇതിന്റെ അടിയിൽ അടുത്തത് വെക്കാൻ പറ്റും. എടുത്ത് വെക്കാം. ഒന്നരടി വ്യത്യാസം വരും. 1.5 അടിയിൽ അങ്ങനെ 1.5 അടി ഗ്യാപ്പില്ല. അപ്പൊ നമുക്ക് രണ്ടും വെക്കാം. മറ്റൊരു വെക്കാം, മറക്കും വെക്കാം. ഒരു 4.5 മീറ്ററിൽ 2 ലെങ്ത് എടുക്കാം. എന്നിട്ടൊന്ന് ചെയ്ത് നോക്കാം എത്രണ്ണം കെട്ടാൻ പറ്റും. സാധാ ഷേപ്പിനാണെങ്കിൽ 5 എണ്ണം വരെ മതി. ഹൈടെക്കിലേക്ക് 1.5 അടി 3/4 അടി. അത് സൈഡിൽ കൂടെ പോയാൽ മതി. സൈഡിൽ ഗ്യാപ്പ് സൈഡില് ഇപ്പൊ ഈ നടുക്കാണെങ്കിൽ ഒരു 2 അടി നടക്കാൻ പറ്റും. ഈ സൈഡിൽ എടുക്കാലോ. ശരി, ഇങ്ങനെ താഴ്ത്തായിട്ട് ഈ സാധനം
നമ്മൾ ആദ്യം വെള്ളത്തിലിടുക. പിന്നെ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചേക്കാം 2 കിലോ. എന്നിട്ട് 3 ലിറ്റർ വെള്ളം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചേക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഇത് കെട്ടിയില്ലേ, അങ്ങനെ വാരി ഇതുപോലെ ഇട്ടാൽ മതി. വെള്ളം ഒഴിക്കില്ല, അത് ഊറ്റി കളയാനുണ്ടാവും. മേഡം ഇത് ഈ ഫോമിലായിരിക്കും. അല്ല, നല്ല കറുത്ത കളർ പൊടി പോലെ ഇരിക്കും. ഇതുപോലെ പൊടി കിലോ 30. 1 കിലോ. അപ്പൊ ഒരു പാക്കറ്റ് ഇതിന് 2 ഇതുവരെ മാർക്കറ്റ് കിട്ടിയത് മാർക്കറ്റിൽ കിട്ടാൻ നമ്മളവിടെ വിളിച്ചാൽ ഓൺലൈൻ കിട്ടില്ലേ? ഇത്